രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം വലിയ പാടാ കേട്ടോ. രാവിലെ മാവില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നും ഇപ്പം ചപ്പാത്തി 10 കിലോ മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ ഇത് എവിടെ തീർന്നോ എന്തോ. രാവിലെ ഒരു സ്റ്റെപ്പ് ചപ്പാത്തി, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചപ്പാത്തി. ഇന്ന് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ തനൂട്ടിക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്ക് മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ ചിക്കൻ കറിയോ ഇതൊക്കെയാണെങ്കിൽ നല്ലവണ്ണം ബോളിംഗ് ആണ്. ഈ പച്ചക്കറികൾ കഴിക്കാൻ രസവും നമ്മുടെ ചെറുപയർ തോരനും ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഒരു വക കഴിക്കൂല ഇപ്പോൾ വന്ന് ചപ്പാത്തിക്കകത്ത് ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അല്ലാതെ തോരനാക്കി കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബീട്രൂട്ട് പറാട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് കേട്ടോ. ആദ്യം ബീട്രൂട്ട് നമ്മുടെ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ചോപ്പർ അടിപൊളിയാണ്. വേണമെന്നുള്ളവർക്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. ഇനി ഇതില്ലെങ്കിൽ സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ, അതിൻ്റെ വെള്ളം പോരുന്നത് വരെ. എന്നിട്ട് അതിലോട്ട് വീണ്ടും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലിപ്പത്തിലെടുക്കണം ബോൾസായിട്ട്. കാരണം ഇത് ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ പിള്ളേരെ വയറൊക്കെ അങ്ങ് നിറയും. അപ്പോൾ ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു 2 or 3 ഒക്കെ വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ ബോൾസിന് നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ആലു പറോട്ട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അതിനകത്തോട്ട് ഇതിപ്പോൾ ഉരുളക്കിഴങ്ങല്ല, ബീട്രൂട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അറിയാവുന്ന രീതിക്ക് അങ്ങ് മടക്കി എടുത്താൽ മതി. പൊട്ടിപ്പോവാതെ നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ മടക്കിയെടുത്ത് ഏകദേശം നമ്മളെ മോമോസൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ, എനിക്കത്ര പെർഫെക്റ്റ് ഒന്നും ആവില്ല, എന്നാലും നമുക്ക് കഴിക്കാനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് മതി കേട്ടോ. എന്നിട്ട് നടുഭാഗം ഒരുപാട് അങ്ങ് അമർത്തി കൊടുക്കാതെ പതിയെ പതിയെ പരത്തിയെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് കൊണ്ട് വെളിയിൽ വരൂല. ഇത് ചെറുതായിട്ട് പുറത്തൊക്കെ കാണും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. എന്നിട്ട് കല്ലങ്ങ് ചൂടാവുമ്പോൾ അതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് 2 സൈഡിലും നല്ല നെയ്യ് അങ്ങ് തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീട്രൂട്ട് പറോട്ട റെഡിയായി. നിങ്ങൾക്ക് ഈ ബീട്രൂട്ട് വെച്ചിരുന്ന ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും വെച്ചുണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് പൊറോട്ട ആവും. കാരണം ഈ മക്കൾ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തോരനൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ കാത്തുട്ടിക്ക് ഒരു 3 എണ്ണം വെച്ച് കൊടുത്തു, തനൂട്ടിക്ക് ഒരു 2 എണ്ണം വെച്ച് കൊടുത്തു. ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് സോസ് കൊടുക്കാന്നാണ്. പിന്നെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ദോശ ആയിരുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയില്ല. അപ്പോൾ പിന്നെ ചമ്മന്തി ഉണ്ടാക്കി അതിനെ എടുത്തു വെച്ചു. 2 പേരെ റെഡിയാക്കി പറഞ്ഞു വിട്ടു.